ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നവീൻ ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്, ഞാനിപ്പോൾ അടുത്ത കാലത്താണ് ഇങ്ങോട്ട് വരുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ കണ്ടിട്ടില്ലാത്തത് എന്ന് പറഞ്ഞ് ശ്രുതിയെ നോക്കിയിട്ട് പറയും, നിങ്ങളുടെ ഭാര്യയെ കാണാൻ എന്തൊരു ഐശ്വര്യ, കല്യാണി കല്യാണി എന്ന് വിളിക്കുക. അപ്പോൾ ശ്രുതി ചോദിക്കും, അതെന്താ സ്വാമി അങ്ങനെയെന്ന്? അല്ല, അവർക്ക് ഭയങ്കര ഐശ്വര്യം, നിങ്ങൾ വലിയ മുതലാളിയാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അത് സ്വാമി പറഞ്ഞ് കറക്റ്റാന്ന് പറയാം. നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് എനിക്കറിയാം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയും, ഇങ്ങോട്ട് വന്ന് പ്രാർത്ഥിക്കാൻ, അല്ലാതെ അമ്പലത്തിലേക്ക് എന്തിനാ വരുന്നതെന്ന് ചോദിക്കും. നിങ്ങളുടെ ഭാര്യ എന്തിനാണ് ഇങ്ങനെ ചൂടാവുന്നത്? ഏറ്റെടുത്ത കാര്യം ചെയ്യാഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും, ഒരു നിമിഷം മതി എല്ലാം തകരാന്നൊക്കെ ശ്രുതിയെ നോക്കി പറയുമ്പോൾ ശ്രുതി ഇങ്ങനെ ഞെട്ടിത്തരിച്ച് നിൽക്കുന്നുണ്ട്. അതോടൊപ്പം ഒന്നും മനസ്സിലാവാതെ ശ്രുതി പറയും, എന്താ പറഞ്ഞത്, എനിക്കൊന്നും മനസ്സിലായില്ല എന്ന്. നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ അന്വേഷിച്ച് വന്ന ആളെ കുറച്ചു നേരം മുന്നേ ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ പേര് സുധീന്ദ്രൻ എന്നല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതെ, അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു സുധീന്ദ്രൻ എന്ന് പറഞ്ഞ ആൾ ഇങ്ങോട്ട് വരും, നിങ്ങളുടെ ജ്ഞാനദൃഷ്ടിയിൽ അയാൾ ആരാണെന്ന് അങ്ങേക്ക് മനസ്സിലായ അയാൾക്ക് ഈ കത്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ശ്രുതിക്ക് കയ്യിലുണ്ടായിരുന്ന കത്ത് എടുത്തു കൊടുക്കൂട്ടോ. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി അതൊക്കെ തുറന്ന് വായിക്കുവേ. നീ വളരുന്നത് കൊണ്ടുള്ള അസൂയ കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നും നിനക്ക് കത്തൊക്കെ കിട്ടിയത് പേടിയാണെന്നും നിനക്ക് ജീവിതത്തിൽ ഒരിക്കലും മനസ്സമാധാനം ഉണ്ടാവരുതെന്നും ഒക്കെയാണ് കേട്ടോ ആ കത്തിലുണ്ടാവുക. പിന്നെ നിനക്ക് ഞാൻ ആരാണെന്ന് അറിയണല്ലേ, ഒരു സൂചന തരാം എന്ന് പറഞ്ഞിട്ട് 2 വാക്കുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ പൈലിയോട് ചോദിക്കുമ്പോൾ പൈലിക്ക് ആദ്യം കിട്ടുന്നത് കപ്പ എന്നായിരിക്കും. എടാ, കപ്പ എന്ന് പറഞ്ഞാൽ കപ്പക്കിഴങ്ങല്ലേ, അതൊരു പേരല്ലല്ലോ എന്നിങ്ങനെ ശ്രുതി പറയുമ്പോൾ അയാൾ തന്നെ സച്ചി എന്ന് കണ്ടുപിടിക്കാൻ കേട്ടോ. അതെ, അവൻ തന്നെ ആയിരിക്കും, ഇനി പേരൊന്നും നോക്കണ്ട സ്വാമി, അവൻ തന്നെ. സ്വാമി പറയുന്നത് ഇവനെ അല്ലേന്ന് ചോദിച്ചിട്ട് മൊബൈലിൽ സച്ചിയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നവീന് നോക്കിയിട്ട് സച്ചിയുടെ അടുത്തുനിന്ന് അടി കിട്ടിയതായിരിക്കും കേട്ടോ ഓർമ്മയിൽ വരുന്നത്. സ്വാമി ഇവൻ തന്നെ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ വേഗം അത് നോക്കിയിട്ട് ശ്രുതിക്ക് മൊബൈൽ അങ്ങ് തിരിച്ചു കൊടുക്കൂട്ടോ നവീൻ. എന്നിട്ട് ചോദിക്കും, ഇവൻ നിങ്ങളുടെ ആരെങ്കിലും ആണോ എന്നോ? ഇവൻ എൻ്റെ അനിയനാണ്, എന്നെ നന്നായിട്ട് ജീവിക്കാൻ ഇവൻ ഒരിക്കലും അനുവദിക്കില്ല, ഇവൻ തന്നെയല്ലേ സ്വാമി ഈ കത്ത് തന്നതെന്ന് ചോദിക്കുമ്പോൾ നവീൻ പറയും, ഇവൻ തന്നെയാണെന്ന്. ഇതൊക്കെ നമുക്ക് ശ്രുതിക്ക് മനസ്സിലാവല്ലോ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി അതൊക്കെ വിട്ടേക്കെന്ന്. വിടാനോ? ഒന്നുമില്ല, നമുക്ക് വീട്ടിലേക്ക് പോവാം എന്നും പറഞ്ഞ് പൈലിയെയും കൂട്ടിയിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് പോകുന്നത്. പിന്നീടാണെങ്കിൽ വീട്ടിലേക്ക് വരാൻ കേട്ടോ ശ്രുതിയും ആ സെക്യൂരിറ്റിയും കൂടെ. എന്നിട്ട് അയാളോട് വീട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്, ഫുൾ ഫ്രീഡം തന്നിരിക്കുക, അവൻ്റെ കയ്യോ കാലോ ഒടിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ശ്രുതി അവരെയും കൊണ്ട് വീട്ടിലേക്ക് കയറുന്നത്. അവിടെ എത്തുമ്പോൾ അമ്മേ കണ്ടുപിടിച്ചു, എനിക്ക് കത്തയക്കുന്നവനെ കണ്ടുപിടിച്ചമ്മേ എന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്ര വേഗം വരുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര കാണുന്നത് ഈ ഒരു സെക്യൂരിറ്റീനെയാണ്. ഇയാളെ കണ്ടുപിടിച്ചു എന്നാണോ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഇയാളെ അല്ല അമ്മേ, കള്ളനെ കപ്പലിൽ തന്നെ ഉണ്ട് പറയുമ്പോൾ, ഏത് കപ്പലിലാന്ന് ചോദിക്കും. അമ്മയുടെ ഒരു കാര്യം, കള്ളൻ ഈ വീട്ടിൽ തന്നെ ഉണ്ട് എന്ന് പറയുമ്പോൾ ആരാന്ന് ചോദിക്കും. സച്ചിയെ അമ്മ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ രേവതിയൊക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സച്ചിയോ? അതെ അമ്മേ, എനിക്ക് കത്തയച്ച എന്നെ ഭീഷണിപ്പെടുത്തുന്നത് അവനാ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രേവതി വന്നിട്ട് പറയും, അദ്ദേഹം അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന്. അപ്പോഴേക്കും ചന്ദ്രയ്ക്ക് ദേഷ്യം പിടിച്ച് ചന്ദ്ര പറയും, നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താന്നൊക്കെ എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് കൂടുതലൊന്നും നീ പറയണ്ടെന്ന് പറയാം. അപ്പോഴേക്കും അവിടെ രവി വരുന്നു. അപ്പൊ രവി ആ സെക്യൂരിറ്റിയെ കണ്ടെത്തും. ഏതാടാ ഒരു ഫയൽമാൻ എന്ന് ചോദിക്കുമ്പോൾ, ഇത് എന്റെ ബോഡി ഗാർഡാണെന്ന് പറയാണ്. നിനക്ക് ബോഡി ഗാർഡോ? അതെ അച്ഛാ, എന്റെ ജീവനിലെ എനിക്ക് കൊതിയുണ്ട്. അച്ഛൻ അറിഞ്ഞില്ലല്ലോ, എനിക്ക് 2 തവണ കത്തയച്ച എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഒരാൾ. പിന്നെയല്ലേ മനസ്സിലാവുന്നത് അത് അച്ഛന്റെ പുന്നാരമോൻ സച്ചിയാണെന്ന് എന്നൊക്കെ പറയുമ്പോൾ രവി പറയും, സച്ചി അങ്ങനെയൊന്നും ചെയ്യില്ലാന്ന്. അപ്പോഴേക്കും നമ്മുടെ വർഷ ചോദിക്കുന്നുണ്ട്, കുറെ നേരമല്ല കത്തില് എന്ന് പറയുന്നു, കത്തിൽ എന്താ ഉണ്ടായതെന്ന് ചോദിക്കും. അപ്പൊ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിന്റെ വീട്ടുകാർ മുഖേന നിനക്ക് നന്നായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല എന്നായിരുന്നു ഫസ്റ്റത്തെ കത്തിലുണ്ടായിരുന്നത്. 2ാമത്തെ കത്തിൽ അമ്മയ്ക്ക് അറ്റാക്ക് വന്ന് മരിക്കുന്നു, ഞാൻ ആത്മഹത്യ ചെയ്യുന്നു, സഹോദരൻ കൊലപാതകിയാകുന്നു. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് ശ്രീകാന്തിനെ ഉദ്ദേശിച്ചാ പറഞ്ഞതെന്ന്. പക്ഷേ സച്ചിയാണെന്ന് എനിക്ക് അന്നേരം മനസ്സിലായില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രേവതി പറയുന്നുണ്ട്, അദ്ദേഹത്തിന് കത്തെഴുതി നിങ്ങളെ അറിയിക്കേണ്ട കാര്യമൊന്നുമില്ല, പറയേണ്ട കാര്യങ്ങൾ മുഖത്ത് നോക്കി തന്നെ പറയുന്നു. അപ്പോഴും നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട്, നിങ്ങളുടെ 2 പേരുടെയും മനസ്സിലിരിപ്പ് എന്താന്ന് മനസ്സിലായില്ലേ, അല്ലെങ്കിൽ തന്നെ ഞാൻ മരിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കല്ലേടി സച്ചി. ഏതെങ്കിലും ഒരു അമ്മയെ അങ്ങനെ പറയുന്ന മക്കൾ ഉണ്ടാവുമോ എന്നൊക്കെ പറയുമ്പോഴേക്കും രവി ചോദിക്കുന്നുണ്ട്, നിന്റെ മകനാണ് സച്ചി എന്ന് നീ സമ്മതിച്ചല്ലോ, അത് ഭാഗ്യം എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾ കള്ളക്കളി കളിച്ചതുകൊണ്ട് ഇനി ഇവിടെ നിർത്താൻ നിങ്ങളെ പറ്റത്തില്ല, അതുകൊണ്ട് വേഗം തന്നെ ഇവിടുന്ന് സ്ഥലം കാലിയാക്കിക്കോ എന്ന് രേവതിയുടെ മുഖത്ത് നോക്കി നമ്മുടെ ചന്ദ്ര പറയാണ്. അപ്പൊ നമ്മുടെ രവി ചോദിക്കും, അവരെവിടെ പോവാനാ? എവിടേക്കെങ്കിലും പോട്ടെ, ഇവിടെ നിൽക്കാൻ പറ്റൂല എന്ന് പറയുമ്പോൾ രവി പറയും, നിർത്തടി, എന്താ കാര്യം തന്നെ അറിയില്ല. അതിനിടെ
ഇടയിൽ നിന്റെ ഒരു വിചാരണ എന്നൊക്കെ പറയുമ്പോഴേക്കും വീണ്ടും വീണ്ടും പറയാണ് കേട്ടോ, വേഗം നോക്കൂ രേവതി, ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഇങ്ങനെ കള്ളത്തരം കാണിക്കുന്നവരെ ഇവിടെ നിർത്താൻ വേണ്ടിയിട്ട് പറ്റത്തില്ല എന്ന് വീണ്ടും വീണ്ടും പറയുന്ന സമയത്ത് നമ്മുടെ രേവതിക്ക് അങ്ങ് ചൂടാവാണ് കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലെങ്കിൽ നിങ്ങൾ എന്തോ ചെയ്യും? ഇത് എൻ്റെ വീടാ, ഇവിടെ നിന്ന് ഞാൻ ആരെ ഇറക്കി വിടുന്നോ അവര് പോകണമെന്ന് ചന്ദ്ര ഉറപ്പിച്ച് പറയുമ്പോൾ ഇനി മുതലേ ഇത് എന്റെയും കൂടെ വീടാ, എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ മനസ്സില്ല, നിങ്ങൾ എന്തോ ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ചന്ദ്ര ആകെ ഞെട്ടിത്തരിക്കുകയാണ് കേട്ടോ. അത് ശരി, ഈ എന്നെ എതിർക്കാനായോ? സച്ചിയെ വിളിക്കടാ എന്ന് ശ്രുതിയോട് പറയുമ്പോൾ അവനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എനിക്കൊന്ന് വിചാരണ ചെയ്യണം എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് വിളിക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ രേവതി പറയും, സച്ചിയേട്ടൻ വരട്ടെ, വന്നാൽ ഇവിടെ എന്താ സംഭവിക്കാന്ന് നമുക്ക് എല്ലാവർക്കും കാണാം, ആ കത്തിൽ പറഞ്ഞതുപോലെയൊക്കെ സംഭവിക്കും, എന്തായാലും സഹോദരൻ ഒരു കൊലപാതകി ആകുമെന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രുതിക്കാകെ പേടിയാവാണ്. അപ്പോൾ വിളിക്കുന്നില്ല കേട്ടോ. അപ്പോൾ രേവതി പറയും, വേണ്ട നിങ്ങൾ വിളിക്കണ്ട, ഞാൻ തന്നെ പോയി വിളിച്ചോളാം എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും, രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവൻ എന്തെങ്കിലും ഉപായം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാവുമെന്ന്. അത് കേൾക്കുന്ന രേവതി പറയും, ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളെ മകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാ, എന്തായാലും സമാധാനപരമായിട്ട് ഈ കാര്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു കൂട്ടിയിട്ട് വരാം, എൻ്റെ ഫോൺ എവിടെ പോയി ആവോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി അങ്ങ് പോവാണ് കേട്ടോ. ആ സമയത്ത് ഇതൊക്കെ കൂടി കേട്ട് പേടിച്ചിട്ട് നമ്മുടെ ശ്രുതി അവിടെ പോയിരിക്കുകയാണ്. എന്നിട്ട് ശ്രുതിയോട് അവിടെ നിന്ന് മാറാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് പൈലിയെ വിളിച്ച് അടുത്ത് നിർത്തിയിട്ട് പറയും, അതെ നീ അടിയൊക്കെ ഉണ്ടാക്കുന്ന ആളാണല്ലോ അല്ലേ? അതെ, എൻ്റെ അനിയനെ എനിക്ക് പേടിയൊന്നുമില്ല, എങ്കിലും എൻ്റെ 4-5 അടി അപ്പുറത്ത് നീ വേണം എന്നൊക്കെ പറയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.